ആയതിനാൽ മനുഷ്യർ ചെയ്യുന്ന യാഗങ്ങൾ, ദാനധർമ്മങ്ങൾ, തപസ്സുകൾ, വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഫലങ്ങൾ ആഗ്രഹിക്കാതെ ഭഗവാനു വേണ്ടി സമർപ്പിച്ച് ചെയ്യുമ്പോഴാണ് അവ സ്വീകാര്യമാവുകയുള്ളൂ. ഭഗവത് പ്രീതി മാത്രം ഇച്ഛിച്ച് ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്ക് നിമിത്തമായ ലീലകളാടുന്നവനും സർവ്വതിൻ്റെയും നിയന്താവും ഭേദവിഭ്രാന്തികളില്ലാത്തവനായി ശാശ്വതമായ ചൈതന്യസ്വരൂപനായവനും ബോധമെന്ന വിദ്യാശക്തിയോട് ചേർന്നവനും പരമപുരുഷനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. യാതൊരുവൻ്റെ അവതാരങ്ങൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ തുടങ്ങിയവയുടെ അനുകരണങ്ങളായ നാമങ്ങൾ ആരാണോ പ്രാണൻ പ്രയാസപ്പെട്ട് യാത്രയാവുന്ന സമയത്ത് വിവശതയോടെയാണെങ്കിലും ഉച്ചരിക്കുന്നത്, അവർക്ക് വേഗത്തിൽ അവിടത്തെ പ്രാപിച്ച് നിരവധിയായ ജന്മങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ദുഷ്കൃതങ്ങളെയെല്ലാം ഉപേക്ഷിക്കാൻ സഹായിക്കുന്നതും ആവരണങ്ങളൊന്നും ഇല്ലാതെ ശുദ്ധമായി ഇരിക്കുന്നവനുമായ ജന്മരഹിതനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഏകനായ ആ ഒന്ന് തന്നെ തൻ്റെ ആത്മമൂലത്തെ വിഭജിച്ച് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്ക് കാരണഭൂതരായ ഞാനായും വിഷ്ണുവായും ശിവനായും അങ്ങനെ സ്വയം മൂന്നായി മാറിയും പിന്നീട് അനേകം ശാഖകളും ഉപശാഖകളുമായി വളർന്നു നിൽക്കുന്നത് അങ്ങനെയുള്ള വിശ്വവൃക്ഷമായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഈശ്വരീയമായ പാതകളിൽ നിന്ന് വ്യതിചലിച്ച് മനുഷ്യർ തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മറന്ന് ഐഹിക സുഖങ്ങൾക്ക് വേണ്ടി തെറ്റായ കർമ്മങ്ങളിൽ മുഴുകുന്നു. ജീവിതം ശാശ്വതമെന്ന് കരുതി പല പ്രകാരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നാൽ ഇമവെട്ടാതെ ഇരിക്കുന്ന കാലമെന്ന ശക്തിയുടെ രൂപത്തിൽ വന്ന് ഭഗവാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്ന് മനുഷ്യരുടെ ഈ ജീവിതമോഹങ്ങളെ മുറിച്ചു കളയുന്നു. അങ്ങനെയുള്ള കാലരൂപിയായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. സകല ലോകങ്ങളും നമസ്കരിക്കുന്ന സത്യലോകമാണ് എൻ്റെ വാസസ്ഥാനം. അതിൻ്റെ കാലാവധി 2 പരാർദ്ധങ്ങളോളമാണ്. എന്നിട്ടും കാലസ്വരൂപിയായ അങ്ങയെ ഞാൻ ഭയപ്പെട്ടു. അങ്ങയെ അറിയാൻ ഞാൻ ദീർഘകാലം തപസ് ചെയ്തു. അങ്ങനെയുള്ള സർവയജ്ഞങ്ങളുടെയും നാഥനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. പക്ഷിമൃഗാദികളായും മനുഷ്യരായും ദേവന്മാരായും വിവിധ രൂപങ്ങളിൽ ഭഗവാൻ അവതരിക്കുന്നു. താൻ തന്നെ സൃഷ്ടിച്ച ധർമ്മമര്യാദകൾക്ക് ലോകത്തിൽ നാശം സംഭവിക്കുമ്പോൾ അവയെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ ഇപ്രകാരം വേഷങ്ങൾ കെട്ടുന്നത്. ലൗകികമായ ഒരു സുഖത്തോടും ഭഗവാന് താല്പര്യമില്ലെങ്കിലും ലോകനന്മയ്ക്കായി വിവിധ ശരീരങ്ങൾ സ്വീകരിച്ച് അദ്ദേഹം ലീലകളിൽ ഏർപ്പെടുന്നു. അങ്ങനെയുള്ള പുരുഷോത്തമനായ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. ഭഗവാൻ പഞ്ചവൃത്തികളോടുകൂടിയ അവിദ്യയാൽ ബാധിതനല്ലെങ്കിലും അവിടുത്തെ ഉള്ളിൽ ഒതുക്കിയ പ്രപഞ്ചയാത്രകളുമായി ഭീമൻ തിരമാലകളുള്ള ജലത്തിനുള്ളിൽ സർപ്പമാകുന്ന മെത്തയുടെ സ്പർശനത്തിൽ ജീവരാശിയുടെ സുഖത്തിനായി നിദ്ര കൊള്ളുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ തന്നെ നാഭീകമലത്തിൽ നിന്ന് 3 ലോകങ്ങൾക്കും ഉപകരണമായ ഞാൻ ഉത്ഭവിച്ചു. ആ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. തൻ്റെ ഉദരത്തിൽ ഈ സംസാര ലോകം മുഴുവൻ അടക്കി വച്ച് തൻ്റെ യോഗനിദ്രയുടെ അവസാനം താമരക്കണ്ണുകൾ വികസിപ്പിക്കുന്നവനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അല്ലയോ പ്രണമിക്കുന്നവരിൽ പ്രിയമുള്ളവനെ, സമസ്ത ജഗത്തിനും സുഹൃത്തായും ഏകസ്വരൂപമായും ആത്മസ്വരൂപിയായും വർദ്ധിക്കുന്ന അവിടുന്ന് ഏതൊരു ജ്ഞാനത്തിലും ഐശ്വര്യത്തിലും ഈ വിശ്വത്തെ സുഖിപ്പിക്കുന്നുവോ, ഏതുവിധമായാൽ ഞാൻ ഈ വിശ്വത്തെ മുൻപത്തെ പോലെ വീണ്ടും സൃഷ്ടിക്കുമോ ആ വിധത്തിൽ തന്നെ എൻ്റെ ദൃഷ്ടിയെ അനുസ്പർശിക്കണമേ. തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഇഷ്ടവരങ്ങൾ നൽകുന്ന ഭഗവാനെ, അങ്ങ് അവിടുത്തെ ആത്മശക്തിയിൽ രമിച്ച് ഗുണാവതാരങ്ങളോട് ചേർന്ന് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി സ്വപ്രഭാവത്തിന് ആസ്പദമായ ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നവനാണെങ്കിലും എങ്ങനെയാണോ കർമ്മങ്ങളെയും അതുമൂലമുണ്ടാവുന്ന ദോഷങ്ങളെയും വിട്ടുകളയാൻ സാധിക്കുന്നത്, അതുപോലെ അതിലേക്ക് എൻ്റെ മനസ്സിനെ ചേർക്കാൻ കനിവുണ്ടാവണമേ. ഇവിടെ ഈ ജലത്തിൽ വസിക്കുന്നവനും അനന്തമായ ശക്തികളോട് കൂടിയവനുമായ ഏതൊരു പുരുഷന്റെ നാഭിയിൽ നിന്ന് വിജ്ഞാനമെന്ന ശക്തിയിൽ അധിഷ്ഠിതനായ ഞാൻ ഉത്ഭവിച്ചുവോ ആ പുരുഷന്റെ വിചിത്രങ്ങളായ ഈ സ്വരൂപത്തെ പ്രകാശനം ചെയ്യുവാനും എനിക്ക് വേദത്തിൻ്റെ അംഗങ്ങളായ വചനങ്ങളുടെ ഉച്ചാരണങ്ങൾ നഷ്ടമാവാതെ ഇരിക്കുവാനും കനിവുണ്ടാവണമേ. മഹാകാരുണികനും പുരാണപുരുഷനുമായ അവിടുന്ന് അമിതമായ പ്രേമവായ്പോടെ താമരപ്പൂ പോലെയുള്ള തൻ്റെ നേത്രങ്ങൾ വികസിപ്പിച്ച് പുഞ്ചിരിച്ച് പൂർവ്വകൽപ്പത്തിലെന്ന പോലെ ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തിക്കായി ഉണർന്ന് എൻ്റെ ദുഃഖങ്ങളെ തേനൂറുന്ന മൊഴികളിൽ അകറ്റുവാൻ കനിവുണ്ടാവണമേ. ഇപ്രകാരം സർവേശ്വരനെ ദർശിച്ച് കഠിനമായ പ്രാർത്ഥന ചെയ്തതിനു ശേഷം ബ്രഹ്മാവ് തളർന്നവനെ പോലെ തൻ്റെ പ്രാർത്ഥന ഉപസംഹരിച്ചു.
അനന്തരം ആ സർവേശ്വരൻ പ്രപഞ്ച സൃഷ്ടിക്കായി പ്രയാസപ്പെടുന്ന ബ്രഹ്മാവിൻ്റെ ആവശ്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ ശമിപ്പിക്കാനായി പ്രേമവായ്പോടെ അരുൾ ചെയ്തു.